വൈദ്യുതി ചാർജ് കൂട്ടിയതിൽ വ്യാപകമായ പ്രതിഷേധമാണ് കേരളത്തിലുണ്ടാകുന്നത്. പ്രതിപക്ഷ കക്ഷികൾ തന്നെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട്. ജനങ്ങൾക്കാകെ ഒരു ആശ്വാസകരമല്ലാത്ത ഈ തീരുമാനം അവർക്ക് വല്ലാത്തൊരു ഷോക്കായി മാറിയിട്ടുണ്ട്. കോഴിക്കോട് മിഠായി തെരുവിൽ ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി രാഹുൽ സുരേഷ് ഉണ്ട്. ജനങ്ങളുടെ പ്രതികരണം രാഹുൽ സുരേഷ് തേടിയിരുന്നു. എന്താണ് രാഹുൽ സുരേഷ് കോഴിക്കോട്ടെ ആളുകളുടെ പ്രതികരണം ഈ കാര്യത്തിൽ? വർധനവ് വ്യാപാരി സമൂഹത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് നമ്മൾ ആദ്യം തേടാൻ പോകുന്നത്. ഇവിടുത്തെ വ്യാപാരി സമൂഹത്തിന്റെ പ്രതിനിധികൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഈ വൈദ്യുതി നിരക്ക് വർധനവ് വ്യാപാരികൾ എന്ന നിലയിൽ നിങ്ങളെ ബാധിക്കുന്നത്? എല്ലാം തന്നെ ഷോക്ക് അടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വൈദ്യുതി ഇപ്പോൾ ഇന്നലെ വന്ന എൻ്റെ ബില്ലാണ് എനർജി ചാർജ് എന്ന് പറഞ്ഞിട്ട് ആകെ 7775, പിന്നെ ഡ്യൂട്ടി ചാർജ് 771, പിന്നെ ഫ്യൂവൽ ചാർജ് 181, ഫിക്സഡ് ചാർജ് 540. മീറ്ററിന് നമ്മൾ ആദ്യം കൊടുക്കുന്നതാണ്, അതിനും 12 റുപ്യ. ടോട്ടൽ വരുന്നത് എനിക്ക് 80,321. ഇനി ഇപ്പോൾ അതും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 14,000 റുപ്യൻ്റെ അടുത്ത് എനിക്ക് വരും 2 മാസത്തേക്ക്. അല്ലെങ്കിൽ തന്നെ കച്ചവടം വളരെ മോശമായിട്ട് കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതൊക്കെ ഒരിക്കലും ഷോക്ക് അടിക്കുന്നതാണ്. നിങ്ങളെപ്പോലത്തെ ചാനലുകാർ എന്തായാലും ഇതിൽ ഇടപെടും ചെയ്യണം, ഇതിൽ കുറക്കാനുള്ള സംവിധാനം ചെയ്യണം. ഈ കച്ചവടക്കാരനായാലും വീട്ടുകാരനായാലും എല്ലാത്തിലും ടെൻഷൻ അനുഭവിക്കുന്നതാണ് ഈ ചാർജ്. ഈ ചാർജ് കൂട്ടുന്നതിൽ നമ്മൾ വ്യാപാരികൾ എതിർപ്പ് തന്നെ ഉള്ളൂ, അല്ലെങ്കിൽ തന്നെ കൂടുതലാണ്. ഈ ഈ വാടക ലൈസൻസ് ഒക്കെ കൂട്ടി ഇനി ഇതും കൂടി കൂട്ടിയിട്ട് അല്ലെങ്കിൽ തന്നെ ആൾ തളർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. തീരുമാനം എന്തായാലും നിലവിൽ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രതിഷേധിച്ചാലല്ല കാര്യം ഉണ്ടാവുള്ളൂ. അതെന്തായാലും പ്രതീക്ഷിക്കുക വേണം. എന്താ വീട്ടിലെ ചിലവ്, എല്ലാ ചിലവും, നമ്മളെ പീടിയൻ്റെ ഓരോ ചിലവ്, സ്റ്റാഫുകളുടെ ചിലവ്, നമ്മളെ ചിലവ്, നമ്മളെ വീട്ടുകാർക്ക്, മക്കൾക്ക് ഫീസ് എല്ലാം കൊണ്ടും നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മറ്റേ ഉള്ളിക്ക് വില ചോദിച്ചു നോക്ക്, വെളുത്തുള്ളിക്ക് ഒക്കെ സാധാരണക്കാരനെ ജീവിക്കാൻ അനുവദിക്കാത്ത. കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് ജനങ്ങളുടെ പ്രതികരണങ്ങൾ നമ്മളുമായി പങ്കുവച്ച രാഹുൽ സുരേഷാണ്. ഇപ്പോൾ വൈദ്യുതി വില വർധനവിനെതിരെ സംസ്ഥാന വ്യാപകമായി യൂത്ത് ലീഗ് പ്രതിഷേധിക്കുന്നുണ്ട്. മലപ്പുറം വെന്നിയൂർ KSEB സബ് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീൻ കാണുന്നത്. വിവരങ്ങളുമായി തിരൂരിൽ നിന്ന് ബിപിൻ സി വിജയൻ ചേരുന്നു. ബിപിൻ, ഈ പ്രതിഷേധം എപ്പോഴാണ് തുടങ്ങിയത്? കാര്യമായ പ്രതിഷേധം നമുക്ക് ഫീൽ ചെയ്യുന്നു അവിടെ? SKN അല്പസമയത്തിന് മുൻപാണ് പ്രതിഷേധം തുടങ്ങിയത്. വെന്നിയൂരിലും മലപ്പുറത്തെ KSEB ഓഫീസിലേക്കുമാണ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് സ്ഥലത്തും വലിയ യൂത്ത് ലീഗിന്റെ ഒരു പ്രതിഷേധം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വെന്നിയൂരിൽ ആദ്യം കുത്തിയിരിപ്പ് സമരമായിരുന്നു യൂത്ത് ലീഗ് നടത്തിയതെങ്കിൽ പിന്നീട് ഉദ്യോഗസ്ഥരെ അകത്തേക്ക് കയറ്റിയതിൽ പ്രതിഷേധിച്ച് അവർ KSEB ഓഫീസിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തി. ഇത് പ്രതിരോധിക്കാൻ പോലീസും ഉണ്ടായിരുന്നു. ഇത് ഒരു ഉന്തും തള്ളിലേക്കും ഇത് ചെയ്തു. അല്പസമയം മുൻപ് തന്നെ ഈ ഉന്തും തള്ളും നിലനിൽക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ മലപ്പുറം ഓഫീസിലേക്കും സമാനമായ രീതിയിൽ ഇപ്പോൾ യൂത്ത് ലീഗിന്റെ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വൈദ്യുതി ചാർജ് വർധനവ് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂത്ത് ലീഗിന്റെ സമരം ആദ്യം തന്നെ മലപ്പുറത്ത് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി കോൺഗ്രസിന്റെ മണ്ഡലം ബേസിലുള്ള ഒരു പ്രതിഷേധം, പന്തംകുളത്തെ പ്രതിഷേധമുണ്ട് എന്നുള്ളത് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് യൂത്ത് ലീഗാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ സമരവുമായി രംഗത്തുള്ളത്. വരും ദിവസങ്ങളിൽ ഈ സമരം കടുപ്പിക്കുമെന്നുള്ളത് യൂത്ത് ലീഗ് അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സമാധാനപരമായിട്ടാണ് മലപ്പുറത്തും ഒപ്പം തന്നെ വെന്നിയൂരിലും ഈ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. SKN ബിപിൻ സി വിജയനാണ് വെന്നിയൂരിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.